വിഷുവിന് മേടിച്ച പാൽ പിരിഞ്ഞതിന്റെ ഭാഗമായിട്ട് മിൽമയിലേക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഫോളോ അപ്പ് എന്നോണം എനിക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് കോൾ വന്നു. അവരുടെ മാർക്കറ്റിംഗ് മാനേജറാണ് വിളിച്ചത്. എന്നിട്ട് അവരത് റെക്ടിഫൈ ചെയ്യാനുള്ള പരിപാടികളും ചെയ്തു. അപ്പം ഇതിന് ഒരു റെസ്പോൺസ് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. മിൽമ അവരുടെ കസ്റ്റമേഴ്സിനെ വാല്യൂബിൾ ആയിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു കോൺവെർസേഷനിലൂടെ മനസ്സിലായത്. മേടിച്ചായിരുന്നു, അതായത് ഹൈപ്പർ സിറ്റി എന്ന് പറഞ്ഞിട്ട് കമ്പളക്കട ഹൈപ്പർ സിറ്റി മേടിച്ചായിരുന്നു. 15-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. 15-ാം തീയതി ഡേറ്റ് തീരുന്ന പാലല്ലേ? അതെ അതെ, യൂസ് ബൈ ഡേറ്റ് 15-ാം തീയതി. അതെ അതെ, ഞങ്ങള് 13-ന് മേടിച്ചു, 5 പാക്കറ്റ് മേടിച്ചായിരുന്നു. അതില് രാവിലെ ഒന്ന് ഞാൻ എടുത്തിട്ട് ജ്യൂസ് അടിച്ചു. അത് പാല് തിളപ്പിക്കാണ്ട് അടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് ഞങ്ങള് ഗസ്റ്റ് വന്നപ്പം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്, കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചതാ. അപ്പം ആദ്യത്തത് അതെ അതെ, അപ്പൊ ആദ്യത്തെ നമ്മള് അൺയൂഷ്വൽ ആയതുകൊണ്ട് നമ്മളത് നോക്കിയില്ല. അപ്പം പിന്നെ അത് തിളപ്പിക്കും ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതൊക്കെ കണ്ടു. അപ്പൊ അത് കേടായി വിചാരിച്ചു പിന്നെ അത് മാറ്റിയിട്ട് വേറെ മറ്റേ രണ്ടാമത്തെ ഒന്ന് വെച്ചു. പക്ഷെ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ബാച്ച് നമ്പർ ആണുള്ളത്. അപ്പൊ അതിലും ഇതേപോലെ തന്നെ. മൂന്നാമതും പൊട്ടിച്ചപ്പോ അതേപോലെ തന്നെ. പിന്നെ നാലാമത്തെ ഞങ്ങൾ ഇതിനെ പൊട്ടിക്കാൻ നിന്നില്ല. അതെ 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 അതെ. അപ്പൊ അത് ഞാൻ എന്നിട്ട് പിന്നെ അവിടെ പോയി, അവിടെ ഇനിയിപ്പോ കോൾഡ് ചെയിനിൽ അവരുടെ പ്രശ്നമാണോ അല്ല ഇവരുടെ ആണോ? അപ്പൊ അവരോട് തണുപ്പ് കുറവുണ്ടായിരുന്നു അങ്ങനെ? ഇല്ല, അവരുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഫ്രിഡ്ജ് ടൈപ്പ്. അവിടെ തന്നെ ഞങ്ങൾ മേടിച്ചത്. ഇനിയിപ്പോ എന്തെങ്കിലും പവർ ഫെയിലിയർ കാരണം അങ്ങനെ എന്തെങ്കിലും കോൾഡ് ചെയിൻ ബ്രേക്ക് ആയോ എന്നുള്ളതും പിടുത്തമല്ല. ഇത് 12-ാം തീയതി അവർക്ക് 13-ാം തീയതി പാലിന് സപ്ലൈക്ക് സെയിലിന് കിട്ടിയ പാലാ അത്. അതെ 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 അതെ. 13-ാം തീയതി കിട്ടിയതാണ്. അപ്പം വിഷുവിന്റെ തിരക്കിൽ ചിലപ്പം പുറത്തുവന്നാലും ചിലപ്പം കാരണം കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ സെയിലിനേക്കാൾ കൂടുതലാവൂലോ എന്നിട്ട് നമുക്ക് വിഷുവിന്റെ സെയിൽ ഉണ്ടല്ലോ. അപ്പൊ മിക്കവാറും അങ്ങനെ പുറത്തു പോലും അങ്ങനെ ഇരുന്നേറ്റി ആയിരിക്കാനും സാധ്യതയുള്ളത്. കാരണം വേറെ എവിടെ അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞില്ല. ഇത്രയും ഒന്നിച്ച് എടുത്തു കഴിഞ്ഞപ്പോ അവര് എടുത്തിരുന്നു. അവര് 600-700 പാക്കറ്റ് ഒന്നിച്ച് എടുത്തവരാണ്. അപ്പൊ അതങ്ങനെ ചിലപ്പം ഇങ്ങനെ എങ്ങാനും പുറത്തിരുന്നിട്ട്, കാലാവസ്ഥ എങ്ങനെയാണല്ലോ ഇപ്പത്തെ, നല്ല ചൂട് അങ്ങനെയാണല്ലോ സംഭവിച്ചതായിരിക്കാം. എന്തായാലും വിഷുവിന്റെ അന്ന് തന്നെ ആയിപ്പോയത് കൊണ്ട് നമുക്കൊരു വിഷമമുണ്ട്. കാരണം ഒരു ആവശ്യത്തിന് വരുമ്പോ ആണല്ലോ അതിന് വരുന്നത്. ഞങ്ങൾ എന്തായാലും അതിനൊരു ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ വിളിക്കാൻ താമസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അതാണ് ഒരു എല്ലാവരും സ്റ്റോറി. എന്തായാലും ഇതിനെ പറ്റി നമുക്കത് മാറ്റി തരാന്നുള്ളത് ഞങ്ങളുടെ ഒരു സൊല്യൂഷൻ. അപ്പൊ അത് ഞങ്ങൾ അവിടെ മാറ്റി എത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യും. ഇത് കമ്പളക്കാട് തന്നെയാണോ വീട്? അതെ അതെ, കമ്പളക്കാട് തന്നെ വീട്. ആണോ? ഈ നമ്പർ വിളിച്ചറിയാമല്ലോ. ഞങ്ങള് അതിന്റെ ഒരു നേരിട്ട് തന്നെ വരാം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങാനാണ് സാധാരണ. ഒരു ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ട് പറ്റിക്കഴിഞ്ഞാൽ പറയാറ്. ഹൈപ്പർ സിറ്റി ഞാൻ വിളിച്ചു പറയണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡീലറുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങാനുള്ള സംവിധാനം ചെയ്താൽ മതിയാവോ? ഇല്ലെങ്കിൽ അടുത്ത ഷോപ്പ് ഏതെങ്കിൽ അത് കുഴപ്പമില്ല. അതിപ്പോ എന്തായാലും ഫാസ്റ്റ് ആയി, നമ്മൾ നോക്കണ്ട. അല്ല അങ്ങനെയല്ല, എന്നാലും നമ്മളത് 1 രൂപയാണെങ്കിലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു സാധനമാണല്ലോ. കാരണം നിങ്ങൾക്ക് ഉണ്ടായ ഇതിന് ഒരിക്കലും നമുക്കത് പരിഹാരമല്ല ഇത് ഒരിക്കലും. എങ്കിലും ഞങ്ങളുടെ ഒരു ഇതിനായിട്ട് ഞങ്ങൾ ചെയ്യണത്. നിങ്ങൾ ഹൈപ്പർ സിറ്റി ഞങ്ങളെ വിളിച്ച് അവിടെ ഏർപ്പാടാക്കിയാൽ മതിയാവോ? അവിടെ 5 പാക്കറ്റും ഞങ്ങൾ അവിടെ തന്നെ ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരാം. ഇന്ന് ചെയ്യാം. ഇപ്പൊ തന്നെ വിളിച്ചത് സംവിധാനം ആക്കിക്കോളാം. ശരി ശരി ശരി, ആയിക്കോട്ടെ. എന്തായാലും സോറി വിളിക്കാൻ താമസിച്ചാലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയാലും എന്തായാലും ഞങ്ങനെ അറിയിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഞങ്ങൾക്കും ശ്രദ്ധിക്കാനാവും ഒന്നും കൂടെ അവിടെ സംഭവിച്ചൊന്നും കൂടെ നോക്കിക്കോളാം. ആദ്യ വീഡിയോയിലെ കമന്റ്സ് വായിക്കുമ്പോൾ തന്നെ അറിയാം കുറേ അധികം ആൾക്കാർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ നമുക്ക് ഭാവിയിൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് അവരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തെറ്റൊക്കെ ആർക്കും പറ്റാം, എസ്പെഷ്യലി ബിസിനസ്സുകളിൽ. അത് അവർ തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് ആ ബിസിനസ് നല്ല രീതിയിൽ വളരുക. അവർ ഓഫർ ചെയ്ത പാൽ എന്തായാലും മേടിക്കാൻ പറ്റിയിട്ടില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് പോകാനും പറ്റിയില്ല.